ശ്ലോകം 5. എന്താ ഇതിന് കാരണം? അതാണ് 5-ാമത്തേൽ പറയുന്നത്. ഈ വിധത്തിൽ ഈ 2 അമ്മമാർക്കും, ഗോക്കളാവുന്ന അമ്മമാർക്കും ഗോപികളാവുന്ന അമ്മമാർക്കും ഈ വിധത്തിൽ ഇവരോട് സ്നേഹമുണ്ടാവാൻ കാരണം എന്താണ്? അതാണ് 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ജീവം ഹി കഞ്ചിത് അഭിമാനവശാൽ. കഞ്ചിത് ജീവം, ഏതോ ഒരു ജീവൻ. അതാണ് നമ്മളൊക്കെ എവിടുന്ന് വന്നു ആർക്കും അറിയില്ല. അമേരിക്കയിൽ നിന്ന് വന്നവരുണ്ടാവാം, ഓസ്ട്രേലിയയിൽ നിന്ന് വന്നവരുണ്ടാവാം. എന്തുകൊണ്ട്? അവർക്ക് എവിടെയും എത്താം ഈ ജീവന്. ആ ജീവനെ, കഞ്ചിത് ജീവം, ഏതോ ഒരു ജീവനെ അഭിമാനവശാൽ എൻ്റെ പുത്രനാണ് എന്നുള്ള അഭിമാനം, സ്വകീയം മത്വാ, എൻ്റെ ആണെന്ന് പറഞ്ഞിട്ട്, എൻ്റെ ആണെന്ന് വിചാരിച്ചിട്ട്. അപ്പം എൻ്റെ ആവും എന്തായി? തനൂജഹ, എൻ്റെ തനുസിൽ നിന്ന് ജാതനായ. തനോഹോ ജാതഹ തനുജഹ അല്ലെങ്കിൽ തനൂജഹ. ശരീരത്തിൽ നിന്ന്, എൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായതാണ്. എല്ലാ കുട്ടികളോടും നമുക്ക് ഈ സ്നേഹം ഉണ്ടാവില്ല. നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ആ സമയത്ത് ആ സ്നേഹം വർദ്ധിച്ചതായ സ്നേഹം ആണ്. അപ്പോൾ കഞ്ചിത് ജീവം, ഏതോ ഒരു ജീവൻ എൻ്റെ പുത്രനാണ് അഭിമാനവശാൽ, സ്വകീയം മത്വാ, എൻ്റെ ആണെന്ന് വിചാരിച്ചിട്ട് അവൻ എൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായവനാണ്, എൻ്റെ തന്നെ അംശമാണ്. തനൂജഹ ഇതി, എപ്പോൾ എൻ്റെ ആളാണെന്ന് പറയുന്നു? രാഗഭരം വഹന്ത്യഹ, വർദ്ധിച്ചതായ സ്നേഹം ആണ് രാഗഭരം. രാഗം സ്നേഹം തന്നെയാണ്, ഒട്ടലോടുകൂടിയ സ്നേഹമാണ് രാഗം. അത് ഭരം, വർദ്ധിച്ചത്, ഭാരിച്ചത്. ഭാരിച്ചതായ സ്നേഹത്തോടുകൂടി ആത്മാനമേവതു ഭവന്തം അവാപ്യസൂനും. അപ്പോൾ എവിടുന്നോ വന്നായൊരു ജീവനാണ് നമ്മുടെ മക്കളായിട്ട് വരുന്നത്. ആ മക്കളെ എൻ്റെ ആയതുകൊണ്ട് ഞാൻ എന്തെന്നില്ലാത്ത സ്നേഹത്തോടുകൂടി വളർത്തുന്നു. അങ്ങനെയിരിക്കെ ഏവം ഭാവേ, നമ്മൾ എടുത്തോളാം, അങ്ങനെയിരിക്കെ ആത്മാനമേവതു ഭവന്തം, ആത്മാനം ഭവന്തമേവ, പരമാത്മാവായ ഭഗവാനെ തന്നെ സൂനും അവാപ്യ, പുത്രനായി കിട്ടി. ഇപ്പോൾ അവരുടെ പുത്രൻ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. അവരറിയുന്നില്ല. ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് അവരുടെ പുത്രനായി വന്നിരിക്കുന്നത്. പ്രീതിം ജയോ ന കിയതീം, കിയതീം പ്രീതിം ന യജു, എത്ര സന്തോഷത്തെ പ്രാപിച്ചില്ല. ആരൊക്കെ? വനിതാശ്ച ഗാവഹ, ആ ഗോപിമാരും ആ ഗോക്കളും. ഗോപിമാരും ഗോക്കളും അവർക്ക് വർണ്ണിക്കാൻ സാധിക്കാത്ത വിധത്തിൽ, പശുക്കൾക്ക് വർണ്ണിക്കാനും സാധ്യമല്ലല്ലോ, അവർ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഗോപിമാർക്ക് വേണമെങ്കിൽ വർണ്ണിക്കാം, പക്ഷെ അവർക്കും അറിയില്ല. എന്താ അറിയില്ല? ഇന്നലെ വരെ ഇല്ലാത്ത സ്നേഹം ഇന്നിപ്പോൾ അവനോട്, ആ കുട്ടിയോട് അവർക്ക് തോന്നുന്നു. എന്താ കാരണം? ആത്മാനമേവതു ഭവന്തമവാപ്യസൂനും. ഭവന്തമേവ, ഹേ ഗുരുവായൂരപ്പ, അങ്ങയെ തന്നെ, ആ സച്ചിദാനന്ദ സ്വരൂപനെ തന്നെ അവരുടെ മകനായി കിട്ടി. ആ ഭഗവാന്റെ സച്ചിദാനന്ദം അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു. ഏതൊരാനന്ദമാണോ കുട്ടിക്കാലത്ത് ആ കൃഷ്ണനോടുണ്ടായിരുന്നത്, ഇപ്പോഴും ഉണ്ട്, ഇല്ലായല്ല, എങ്കിലും ആ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്ന ആ സമയത്ത് കൃഷ്ണനോട് എന്തൊരു സന്തോഷമുണ്ടായിരുന്നുവോ, ആനന്ദമുണ്ടായിരുന്നുവോ, ആ ആനന്ദത്തെ പ്രീതിയും യയുഹു, പ്രീതിയെ പ്രാപിച്ചു. കീതിയും പ്രീതിയും യയുഹു, എത്ര വലിയ സന്തോഷത്തെ പ്രാപിച്ചില്ല, വലുതായ സന്തോഷത്തെ പ്രാപിച്ചു എന്ന് മനസ്സിലാക്കണം. ആ ഗോപിമാർക്കും ആ പശുക്കൾക്കും അതുവരെ ഇല്ലാത്തതായ ആനന്ദം, പരമാനന്ദം
അഖണ്ഡാനന്ദം അനുഭവിക്കാൻ സാധിച്ചു. എന്തുകൊണ്ട്? അവർക്ക് ഭഗവാനെ തന്നെയാണ് ഇപ്പോൾ മകനായിട്ട് കിട്ടിയത്. പക്ഷെ അറിയുന്നില്ല അവർ. തൻ്റെ മകനെന്ന് തന്നെ വിചാരിച്ച് അവനെ സ്നേഹിക്കും.